ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആട്ടോ അതിന്റെ 137ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യമാവും നിങ്ങളെ. നമ്മൾ ഓരോ കണക്കുകളും ചെയ്ത് വരികയാണ്. നിങ്ങളെ കമന്റ് കണ്ടിട്ടാവും നിങ്ങളെ ഞാൻ ഇത് അടുത്ത കണക്കിടുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടായോ കേട്ടോ. അപ്പം നമ്മുടെ സോഷ്യലിന്റെയും സയൻസിന്റെയും ഒക്കെ നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മാത്സും ഉണ്ട്. നമ്മൾ ഓരോ പാർട്ടായിട്ട് ഓരോ ദിവസമായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ കയറി കാണണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് കമന്റ് പറയണേ. ഇവിടെ നോക്കൂ നിങ്ങളെ 137ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇംഗ്ലീഷ് മീഡിയക്കാരുടെ കയ്യിൽ നോക്കണേ നിങ്ങൾ. അതിന്റെ മലയാളം അർത്ഥം അറിയാൻ വേണ്ടിയാണ് ഈ മലയാളത്തിൽ എഴുതി കേട്ടോ. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 എന്നതിലാണ് കേട്ടോ. അതിൽ നീളത്തിന്റെ പകുതി കൂടി കൂട്ടി ചതുരം വലുതാക്കിയിട്ട് നീളത്തിന്റെ പകുതി, അതായത് ഒരു ചതുരത്തിന്റെ ഒരു ചതുരം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ചതുരം അല്ലെ, റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ഇതാണ് അല്ലെ. ഒരു ചതുരത്തിന്റെ നീളവും വീതി, ഇത് നീളവും ഇത് വീതിയും, ഇത് തങ്ങളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. 3:2 എന്ന അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങൾ? 3:2. ഇനി നീളത്തിന്റെ പകുതി കൂടി കൂട്ടി, ഇപ്പം ഇത് നീളമല്ലേ, ഈ നീളത്തിന്റെ പകുതി എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ വരെയാ. അപ്പൊ അത്രയും കൂടെ എടുത്ത് ഇവിടെ കൂട്ടി, അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ വരെ വന്നു അല്ലെ. പകുതി കൂടി കൂട്ടി, മനസ്സിലാക്കണേ. അപ്പൊ എത്ര? 3 ഇവിടെ. ബാക്കിയുടെ കേട്ടോടെ വലുതാക്കിയിട്ട് വലിയ ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? വീതിക്ക് ഒരു മാറ്റമില്ല നിങ്ങളെ. വീതി 2 തന്നെയാണ് കേട്ടോ. വീതി എന്ന് പറയുന്നത് 2 തന്നെയാണ്. പക്ഷേ നീളം എന്താണെന്നറിയോ? ഇതിന്റെ പകുതി കൂടി കൂട്ടി 3ന്റെ പകുതി എത്ര നിങ്ങളെ? 1.5 അല്ലെ. 3ന്റെ പകുതി എത്ര? 1.5. അപ്പം 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്റർ അല്ല, 3ഉം 2 3:2 എന്ന അംശബന്ധത്തിലാണ്. ഈ 3ന്റെ പകുതി കൂടി കൂട്ടി, 3ന്റെ പകുതി എത്ര? 1.5. അപ്പോൾ 1.5 കൂടി കൂട്ടി ചതുരം വലുതാക്കി ഈ വലിയ ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചോദ്യം മനസ്സിലാക്കണേ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ലോ നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഈ മോഡൽ മാത്രം, ഏകദേശം മോഡലുകൾ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. നീളത്തിൻ്റെ പകുതി കൂടി കൂട്ടി ചതുരം അങ്ങ് വലുതാക്കി. അപ്പോൾ അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നീളം എന്ന് വെച്ചാൽ 3 അതിൻ്റെ കൂടെ പകുതി കൂടി കൂട്ടി എന്ന് പറയുമ്പോൾ എത്ര? 1/2. 3ന്റെ പകുതി 1.5 കേട്ടോ. 1.5 കൂടി കൂട്ടിയപ്പോൾ എത്ര വന്നു നിങ്ങളിവിടെ? 3ന്റെ കൂടെ 1.5 കൂട്ടിയപ്പോൾ 4.5 വന്നില്ലേ. അപ്പോൾ എത്ര? നീളം 4.5യും അല്ലേ, വീതി എത്ര? 2 വന്നത്. അപ്പം നമുക്കിവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഫസ്റ്റ് ലെങ്ത് അല്ലേ, LEN നീളം, ലെങ്ത് അല്ലെങ്കിൽ നീളം എത്ര നിങ്ങളിവിടെ നമുക്ക് തന്നിരിക്കുന്നത്? 3 ആണ് അല്ലേ. പിന്നെയോ വിഡ്ത്ത് അല്ലേ, വീതി അല്ലെങ്കിൽ ഉയരം. വീതി എന്നോ ടെസ്റ്റിൽ ഉയരമായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് തന്നേക്കുന്നത്. വീതി അല്ലെങ്കിൽ ഉയരം എന്തോ ആയിക്കോട്ടെ, അത് തന്നിരിക്കുന്നത് എന്തോ വെച്ചാൽ അത് എഴുതുക അല്ലേ. അപ്പോൾ ഇതിനെ റേഷ്യോയിൽ എങ്ങനെ പറയും? നീളം ഈസ് ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, ലെങ്ത് ഈസ് ടു വിഡ്ത്ത് അല്ലേ. അപ്പോൾ എങ്ങനെ പറയും? 3:2 എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ. 3 ഫസ്റ്റിൽ തരുന്നത് ലെങ്തും, രണ്ടാമത് നമ്മുടെ ചോദ്യം വായിക്കണം കേട്ടോ അവിടെ, നീളവും വീതിയും. അപ്പം നീളമാണ് ഫസ്റ്റ്, വീതിയാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഏതാ തരുന്നതെന്ന് വെച്ചാൽ കേട്ടോ, മനസ്സിലാക്കണേ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്താ ഇതിപ്പോൾ ഓൾറെഡി ഇതാണ് നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 കൂടി കൂട്ടി, 1.5 വന്നേ അറിയണേ, 3ന്റെ പകുതി കൂടി കൂട്ടി, മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുക? നമ്മൾ സാധാരണ ഇതുവരെ ചെയ്ത രീതി വെച്ച് എങ്ങനെയാവും നിങ്ങളെ? ഇതിനെ നമ്മൾ 3x എന്നും ഇതിനെ നമ്മൾ 2x എന്നും പറയുന്നത് അല്ലേ. 3യുടെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുക, അതാണ് 3x കേട്ടോ. 2x എന്ന് പറഞ്ഞു നിങ്ങൾ ഇതിലേത് കണക്കെടുത്താലും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളത് ഓർത്തോടെ കേട്ടോ. അപ്പോൾ ഏതോ ഒരു സംഖ്യ, അപ്പോൾ നമ്മളതിനെ ഇടും 3x ഈസ് ടു 2x എന്നാണ് നമുക്ക് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. എന്നാൽ പുതിയൊരു ചതുരം നമ്മൾ ഉണ്ടാക്കി. ഈ ചതുരത്തിൻ്റെ വീണ്ടും ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ ഒരു പുതിയ ചതുരം ഉണ്ടായി അല്ലേ. അപ്പം പുതിയ ഒരു ചതുരം അല്ലേ, പുതിയൊരു ചതുരം നമ്മൾ ഇങ്ങോട്ട് ഇറക്കി, അല്ലെങ്കിൽ പുതിയൊരു റെക്റ്റാങ്കിൾ. ഇതെന്തുവാന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഫസ്റ്റ് ഇതാണ്ട് ഇത്രയേ ഉള്ളായിരുന്നു. അതിൻ്റെ റേഷ്യോ നമുക്ക് 3:2 ആണ്. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് ഈ 3ന്റെ പകുതി കൂടി നിങ്ങൾ കൂട്ടൂ. അപ്പോൾ 3ന്റെ പകുതി എന്ന് വെച്ചാൽ 1.5 അതും കൂടി നമ്മൾ ഇങ്ങോട്ട് ഇറക്കി. അപ്പോൾ ഇവിടെ എത്ര? 1.5 കൂടെ കൂട്ടിയപ്പോൾ ഇവിടെ 4.5 വന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് നീളത്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, വീതി അത് തന്നെയാണ്.
2 തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും. ഇതിൻ്റെ പുതിയ ചതുരത്തിൻ്റെ നീളം എത്ര കുഞ്ഞുങ്ങളെ? പഴയതിൻ്റെ നമുക്ക് 3x(2x) എന്ന് കിട്ടി അല്ലേ? നീളം എത്ര? നീളം എന്ന് വെച്ചാൽ ലെങ്ത് ആണേ. ലെങ്ത് ഈസിക്കൽ ടു എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ? 3x അല്ലേ? 3x ആയിരുന്നു. 3xൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ 1.5 കൂടെ കൂട്ടി, അതായത് 3xൻ്റെ കൂടെ കേട്ടോ 2x ഒക്കെ അറിയണേ, എക്സ് വന്നത് അറിയണേ കേട്ടോ. ഏതോ ഒരു സംഖ്യയുടെ കൂട്ടുമ്പോൾ കേട്ടോ. ഇനി നമ്മൾ ചെയ്ത കണക്കിൻ്റെ എല്ലാം പ്രത്യേകത കണ്ടിട്ടോ. റേഷ്യോയ്ക്കകത്തിൽ എക്സ് ഇട്ട് കൊടുത്തങ്ങ് ചെയ്തോ കേട്ടോ. ഇനി അതിനെക്കുറിച്ച് ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ കുഞ്ഞുങ്ങളെ, 3xൻ്റെ കൂടെ നോക്കിക്കേ, 3xൻ്റെ കൂടെ 1.5 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര? 4.5x കിട്ടി. നോക്കിയാൽ ഇത് മിക്സർ ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത് അല്ലേ? മിശ്ര ഭിന്നത്തിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാടാം. 4.5, 4.25, 3.5 എന്നൊക്കെ ചെയ്യാൻ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം കേട്ടോ. 4.5 താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. നമുക്കറിയാമല്ലോ അല്ലേ? 4 × 2 + 1/2 എന്ന് വരും. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? താഴെ കിടക്കുന്ന സംഖ്യ മിക്സർ ഫ്രാക്ഷൻ അല്ലേ ഇത് വന്നത്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റണം, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അപ്പം 4 × 2 8, 8 1 9. അപ്പോൾ എങ്ങനെ? 9 എന്ന് എഴുതിയിട്ട് താഴെ ഏത് സംഖ്യയാണോ കിടക്കുന്നത് അത് അതുപോലെ തന്നെ അങ്ങ് എഴുതിക്കും, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ 9/2x എന്ന് വരും കേട്ടോ. ഓക്കെ ആണോ? അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീളം വീതി 2x തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നീളം അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 9/2x ആണ്. വിഡ്ത്ത് അല്ലേ? വിഡ്ത്ത് അല്ലെങ്കിൽ വീതി, ഹൈറ്റ് ആണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നേക്കുന്നത് വെച്ചാൽ അത് എഴുതണേ കുഞ്ഞുങ്ങളെ 2x ആണ്. കണ്ടോ? ഇതിനെ നമുക്ക് 9/2 ഇതിനെ നമുക്ക് റേഷ്യോയിലാക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയേ. ഇപ്പം നമുക്ക് വന്നെന്താ? 9/2 = 2x എന്നാണ്, അല്ലെങ്കിൽ 2x എന്ന് എഴുതിക്കോ. 2x എന്നാണ്. ഇത് എക്സ് വേരിയബിൾ എവിടെ കുഞ്ഞുങ്ങളെ? റേഷ്യോയിൽ വരുന്നത് അങ്ങനെ വരത്തില്ല കേട്ടോ. നമുക്കിവിടെയൊക്കെ എക്സ് കിടക്കുന്നുണ്ട്, അങ്ങനെ റേഷ്യോയിൽ വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇപ്പോൾ ഈ 9/2 എന്തോ ചെയ്യണം? 9/2 അതായത് ഭിന്നസംഖ്യയിലാണ് കിടക്കുന്നത് അല്ലേ? ഡിവിഷനിലല്ല ഇത് കിടക്കുന്നത്. ആ ഡിവിഷൻ മാറ്റാൻ വേണ്ടി എന്തോ എന്നറിയോ? ഈ 9/2 ഈ താഴെ കിടക്കുന്ന 2 കൊണ്ട് തന്നെ 2 എണ്ണത്തിനെയും ചെയ്യുക. അത് ഓർത്തോണേ. ഇവിടെ 2 ഉണ്ടല്ലോ, ഇവിടെ 2x അല്ലേ കുഞ്ഞുങ്ങളെ? അതിനെയും നമ്മൾ 2, ഈ താഴെ 2 ആയതുകൊണ്ട് ഇവിടെ 3 ആയിരുന്നെങ്കിൽ 3 വെച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കേ, 9 × 2 18/2 ഈസ് 2 × 2 4. 18/2 എത്ര? 9:4 ഇവിടെ നമുക്ക് വരുന്നത്. ഇച്ചിരി ഇനി അങ്ങോട്ടുള്ള കണക്കുകളൊക്കെ ഇച്ചിരി പാടാണ്. നമ്മൾ നല്ലപോലെ ചെയ്ത് പഠിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. ഞാനത് എടുത്ത് പറയാം. ഇതുവരെ ചെയ്ത കണക്കുകൾ പോലെയല്ല കുഞ്ഞുങ്ങളെ, ഇത് നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. നമുക്ക് നീളവും വീതിയും 3:2 നമുക്ക് തന്നു. അവർ പറഞ്ഞു അതിനെ കുറച്ചുകൂടെ അതിൻ്റെ നീളം ഒന്ന് നിങ്ങൾ വലുതാക്കൂ കേട്ടോ, അതിൻ്റെ പകുതി കൂടി എടുത്ത് വലുതാക്കൂ എന്ന് പറഞ്ഞപ്പോൾ 4.5 കിട്ടിയത് അല്ലേ? 4/2 ആണ് കിട്ടിയത്. ആ 4/2 എന്ന് പറയുന്നതിനെ 4/2 അല്ല, 4 ആണ് കിട്ടിയേക്കുന്നത്, അതായത് 4.5. അത് മിക്സർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? അത് മാറ്റി 9/2 ആക്കി. അപ്പോഴും എന്താണ് 9/2 ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോഴും നമുക്ക് 9/2 ഇട്ട് നമുക്ക് ചെയ്യാൻ പാടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്താണോ വന്നേ അത് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക? 2. ഇതൊക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. രണ്ടിടത്തും 2, ബോത്ത് സൈഡ്, 2 സൈഡിലും 2 ഇട്ട് ചെയ്യുക. അപ്പോൾ എന്താ? 9 × 2 18/2. 18/2 9 2 × 2 4 ആണ്. ഈ 9ഉം 2ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്നതങ്ങ് നിർത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ ചെയ്ത് പഠിക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത ഓരോ കണക്കും വ്യത്യാസമാണ്. നമ്മൾ വിചാരിക്കും അതിൻ്റെ ബാക്കിയായിരിക്കും ഇത്, ഇതിൻ്റെ ബാക്കിയായിരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓരോ കണക്കും വ്യത്യാസമായിട്ടുള്ള കണക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. ഇത് അതിനെക്കാട്ടിൽ ഡിഫറൻസ് ആണ്. നമ്മൾ നോക്കിക്കോ കുഞ്ഞുങ്ങളെ, ഇവിടെ 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോണ് 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം എങ്ങനെയുണ്ട്? കൊള്ളാം. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം, ഇത് നല്ലപോലെ നോക്കണേ നിങ്ങളെ. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഫസ്റ്റ് നോക്കിയാൽ നിങ്ങളെ 2 കോണുണ്ട്, അതിൽ ഫസ്റ്റ് 2 കോണുകളാണ്. കണ്ടോ? കോണെന്ന് വെച്ചാൽ എന്താ? ആംഗിൾ അല്ലേ? ആംഗിളിനാണ് ഈ കോണുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. കോൺ. ഓക്കെ നിങ്ങൾ ഇവിടെ നോക്കുക.
അതെന്താ ഒരെണ്ണം 1ഉം ഒരെണ്ണം 2ഉം 1:2 എന്ന എന്താ റേഷ്യോയിലാണ് അല്ലെ അംശബന്ധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കോണ് 6 ഡിഗ്രി കൂട്ടുകയും ഇത് 6 ഡിഗ്രി കൂട്ടുകയും ഇതെന്താ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ 2:3 ആയിട്ട് അത് മാറി എന്നാണ് പറയുന്നത്. 2:3 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ എഴുതണേ, 2 കോണുകളുടെയും അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. തമ്മിലുള്ള നമ്മുടെ ടെസ്റ്റിലെ ചോദ്യത്തിൽ തന്നെ അത് സ്റ്റെപ്പ് കിടപ്പുണ്ട് കേട്ടോ. കോണുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര കുഞ്ഞുങ്ങളെ 1:2 എന്ന് തന്നിട്ടുണ്ട്. ടെസ്റ്റിലെ ചോദ്യത്തിൽ തന്നെ അത് കിടപ്പുണ്ട് അല്ലേ. ഇതിൽ ചെറിയ കോണ് എത്ര എന്നാ പറഞ്ഞത്? ചെറിയത് സ്മാള്, ചെറിയ കോൺ അല്ലെങ്കിൽ സ്മാൾ ആംഗിൾ അല്ലേ. ചെറിയ കോൺ എന്ന് വെച്ചാൽ സ്മാൾ ആംഗിൾ എത്ര പറഞ്ഞത്? 1. റേഷ്യോ എത്ര? 1. പിന്നെയോ വലുതോ കുഞ്ഞുങ്ങളെ? വലുത് വലിയ കോൺ അല്ലേ, എന്താ ലാർജ് ആംഗിൾ അല്ലെങ്കിൽ ലാർജ് ആംഗിൾ എത്ര? 2. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആംഗിളിൻ്റെ ഏതാണെങ്കിലും നമ്മൾ ഈ എന്താ റേഷ്യോയിലോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിലൊരു എക്സ് ഇട്ട് കൊടുത്ത് ചെയ്തു കേട്ടോ. ഇതൊന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. എക്സ് എന്താ വെച്ചാൽ എത്രയോ സംഖ്യ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ആൽജിബ്രയുടെ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോൾ ഏത് കണക്ക് ഈ പാഠത്തിൻ്റെ എടുത്താലും എന്താ തന്നിരിക്കുന്ന റേഷ്യോ എക്സ് ഇട്ടൊക്കെ ചെയ്തോണം കേട്ടോ. ഇതൊക്കെ ഒരു ക്ലൂ ആയിട്ടെങ്കിലും ഒക്കെ പഠിച്ച് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താവും നിങ്ങളെ ഫസ്റ്റ് ചെറിയ ആംഗിൾ എക്സ് എന്നും കേട്ടോ, വലിയ ആംഗിൾ എന്താണ്? വലിയ ആംഗിൾ 2x അല്ലേ. 2x ഒന്നാമത്തെ എക്സും രണ്ടാമത്തെ 2x കേട്ടോ. ഇനിയോ അപ്പം നമ്മളിതിനെ ഒന്ന് എന്ത് ചെയ്യുക? 6 കൂട്ടുക. ഒന്നാമത്തെ എന്ത് ചെയ്യുക? x+6 ആയിട്ടും ഒന്നിനെ എന്ത് ചെയ്യുക? എക്സ് കുറയ്ക്കാനും. ഇവിടെ എക്സ് അല്ലേ, x+6 6 കൂട്ടുകയും ചെറിയതിൻ്റെ 6 കൂട്ടുകയും വലുതേതാ 2x അല്ലേ, അതിൽ 6 കുറയ്ക്കുകയും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ. ചെറിയ ആംഗിള് കേട്ടോ, ചെറിയ കോണ് 6 ഡിഗ്രി കൂട്ടി +6 തന്നിരിക്കുന്ന എക്സ് ആണ്. ആ എക്സിൻ്റെ കൂടെ +6 കൂട്ടി 1 അല്ലേ, 1 എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ എക്സിൻ്റെ വേരിയബിളിൻ്റെ ഏത് വേരിയബിളിൻ്റെയും 1 എന്നുള്ള വാല്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് +6 ഇവിടെ 2x ആണ് എന്ന് വെച്ചാൽ 2x ആണ്. ആ 2xൻ്റെ എത്രയാണ് ഇവിടെ നമ്മൾ കിട്ടിയില്ലേ? 2xഉം 1xഉം കിട്ടിയില്ലേ? അപ്പോൾ 2x -6 ആണ്. -6 വന്നാൽ എങ്ങനെയാണെന്ന് അറിയണേ കേട്ടോ. -6 അതായത് ഇവിടെ 6 കൂട്ടണം, ഇവിടെ 6 കുറയ്ക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവരങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അംശബന്ധം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വന്നതെന്നറിയാം. 6 കൂട്ടണം 6 കുറയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? അതായത് അന്നേരം നമുക്കൊരു പുതിയ കോണുകൾ ആവും കേട്ടോ. പുതിയ കോണുകൾ, ന്യൂ ആംഗിള്. നമുക്കിവിടെ എത്രയ്ക്കായിരുന്നു നിങ്ങളെ കിട്ടിയ? x+6ഉം എങ്ങനെയാണ് വന്നതെന്ന് അറിയണേ. ഈസ് ഒന്നാമത്തെ, രണ്ടാമത്തെയോ 2x - 6. ഇതിൻ്റെ അംശബന്ധം നമ്മുടെ ബുക്കിൽ തന്നിട്ടുണ്ട് ചെയ്തപ്പോൾ. അതായത് ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി മാറി. ഇത്രയും നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം നോക്കിയോ നിങ്ങൾ? നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം 3:2 അതായത് 3:5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 3/5 എന്നാണ് കേട്ടോ. 4:8 എന്ന് റേഷ്യോ തന്നാൽ അതിൻ്റെ അർത്ഥം 4/8 ആണ്. അതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമെന്നാണ് നോക്കിയേ. x+6 അപ്പോൾ എങ്ങനെ എഴുതാം? x+6 എന്ന് വെച്ചാൽ ബൈ 2x - 6 കേട്ടോ. ഇത് മനസ്സിലാക്കണേ കേട്ടോ എങ്ങനെയാണ് വന്നതെന്ന്. എന്താ x+6 എന്ന് വെച്ചാൽ x+6 ബൈ 2x - 6. ഇവിടെ നോക്കിയേ 2:3 അതിനെ എങ്ങനെ എഴുതണം? 2/3. അത് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 5:10 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം 5/10 എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണെന്നറിയാം, ക്രോസ് മൾട്ടിപ്പിൾ നിങ്ങൾ ചെയ്യണം. ഇതിനെ ഇതുകൊണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം കേട്ടോ. മനസ്സിലാക്കണേ ഏതൊക്കെ തങ്ങളിലാണെന്ന്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ ക്രോസ് മൾട്ടിപ്പിൾ എന്നാണ് കേട്ടോ. ഇതിനെ ഇതുകൊണ്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? x+6
പിന്നെ ഇൻറ്റു 3 ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 3 എല്ലാ എളുപ്പം എന്ന് പറയുന്നതിലും ക്രോസ് മൾട്ടിപ്പിൾ ഒന്നീ ഫസ്റ്റ് ഇത് എങ്ങനെ എഴുതിയാലും മതി, തിരിച്ച് മറിച്ച് എഴുതിയാൽ മതി. ഇൻറ്റു എക്സ് പ്ലസ് 6 കേട്ടോ ഈസിക്കൽ ടു അടുത്ത 2 ഇൻറ്റു 2x മൈനസ് 6 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണേ. കണ്ടേ ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് x പ്ലസ് 6 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇങ്ങനെ എങ്ങനെ എഴുതിയാലും ശരിയാണ്, രണ്ടും വരണമെന്നേ ഉള്ളൂ. ഇൻറ്റു ആണ്. ഇനി ഇങ്ങനെ എന്താ 2x മൈനസ് 6 ഇൻറ്റു 2. അപ്പോൾ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്പർ ഫസ്റ്റിൽ എഴുതിയിട്ട് വേരിയബിൾ എഴുതുന്ന കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. ഇനി നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ കേട്ടോ, ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ വെളിയിൽ കിടക്കുന്നതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ വെളിയിൽ കിടക്കുന്ന ആൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഓരോരുത്തരെയും പോയി കാണണം. 3 ഇൻറ്റു എക്സ് 3x കേട്ടോ, പ്ലസ് 3 ഇൻറ്റു 6 6 3 18 മനസ്സിലായോ? ഈസിക്കൽ ടു 2 ഇൻറ്റു 2 4x എക്സ് എല്ലാം അവിടെ കിടക്കുന്നതാണേ. 2 ഇൻറ്റു 6 ഇവിടെ ഏതാണോ സൈൻ വരുന്നത് അത് വേണേ ഇടാൻ. ഇതിൻ്റെ പ്ലസ് വന്നു, ഇതിൻ്റെ മൈനസ് വന്നു. 2 ഇൻറ്റു 6 12 ആണ്. കണ്ടോ? ഓക്കെ ആണോ അത്രയും? ഇനി നോക്കിയേ 3x 4x ഒന്നുകിൽ അതിനെ ഒരിടത്ത് കൊണ്ടുവരിക, എന്നിട്ട് എക്സ് ഇല്ലാത്തതിനെ ഒരിടത്ത് കൊണ്ടുവരും. നമുക്ക് ആദ്യമേ എക്സ് ഇല്ലാത്ത ആരൊക്കെ ഇവിടെ 18 ഉണ്ട്. ഈക്വലിനപ്പുറത്ത് ഇത് ഈക്വലിന് ഇപ്പുറത്താണ്, ഈക്വലിന് അപ്പുറത്ത് ഒരു -12 ഉണ്ട്. അത് ഇപ്പുറത്തോട്ട് വലിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് +12 ആയിട്ട് മാറും. അതൊക്കെ അറിയണേ. ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്ന ആളിനെ ഇപ്പുറത്ത് വലിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ സൈൻ മാറും. നമ്മൾ 1 2 ഒക്കെ പഠിച്ചതല്ലേ. ഇനി ഈസിക്കൽ ടു ഇനി ആരാ ഇവിടെ ഈക്വലിന് ഇപ്പുറത്ത് ഒരു 4x ആൾറെഡി കിടപ്പുണ്ട്. ഇനി ആരെ എഴുതാനുണ്ടോ കുഞ്ഞുങ്ങളെ? ഇവിടെ ഒരു 3x ഉണ്ട്. 3x പോസിറ്റീവാണ്, സൈൻ ഒന്നും ഇല്ലെങ്കിൽ പോസിറ്റീവാണ്. അതിനെ ഇപ്പുറത്ത് പൊക്കി എടുത്തുകൊണ്ട് വരുമ്പം -3x ആയിട്ട് മാറും കേട്ടോ. 18ഉം 12ഉം കൂടെ ആയപ്പോൾ 30 4xന് 3x പോയാൽ 4xനകത്തു നിന്ന് ഒരു 3x അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? x ഈസിക്കൽ ടു 30 നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? x ഈസിക്കൽ ടു 30 നമുക്ക് കിട്ടിയത്. അപ്പം സ്മാളർ ആംഗിൾ എത്ര കിട്ടി? ചെറിയ ആംഗിൾ ഇവിടെ നിങ്ങൾ എഴുതിക്കോണം. ചെറിയ സ്മാളർ ആംഗിള് അല്ലെങ്കിൽ ചെറിയ കോണ് എന്ന് പറയുന്നത്, ചെറിയ കോണല്ലേ എക്സ്, ചെറിയ കോൺ x ഈസിക്കൽ ടു എത്ര? 30 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ വലിയ കോൺ എത്ര കുഞ്ഞുങ്ങളെ? വലിയ കോൺ അല്ലെങ്കിൽ ലാർജ് ആംഗിള് എത്ര? ലാർജ് ആംഗിൾ 2x ആണ് അല്ലേ? നമ്മളിവിടെ എഴുതി വലിയ കോൺ 1x, ചെറിയ കോൺ 1x. എക്സ് എന്നാ കേട്ടോ. 1x എന്ന് വെച്ചാൽ ഒരു എക്സേ ഉള്ളൂ. വലിയ കോണ് 2x. അപ്പം 2x എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് നമുക്ക് കിട്ടി 30 ഈസിക്കൽ ടു 60 ഡിഗ്രി. അപ്പോൾ വലിയ കോണെന്ന് വെച്ചാൽ 60 ഡിഗ്രിയും വരും, ചെറിയ കോണെന്ന് വെച്ചാൽ 30 ഡിഗ്രിയും വരും. ഇത് നമ്മൾ കാണുന്നത് പോലെയൊന്നുമല്ല, ചെയ്ത് തന്നെ പഠിക്കണം. ഞാൻ എടുത്തെടുത്ത് പറയുക, കണക്ക് ചെയ്ത് പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഒരു കണക്കൂടുണ്ട്, അതുകൂടെ ചെയ്യാം. ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 3:2 എന്ന അംശബന്ധത്തിലാണ്. ഒരു ദ്രാവകം, ഏതോ ഒരു ദ്രാവകം നമ്മൾ ഇരിക്കുക, അതിനകത്തിൽ എന്താ ആസിഡും ഉണ്ട് വെള്ളവും ഉണ്ട് അല്ലേ? ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും, ആസിഡ് എന്ന് പറയുന്നത് 3 ആണ്, വെള്ളം എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിച്ചു. 15 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ, ഇതൊക്കെ നല്ലപോലെ ഒന്ന് അറിയണം കേട്ടോ, ചോദ്യം മനസ്സിലാക്കണേ. ആസിഡും വെള്ളവും കൂടിയാണ് ഏതാ 3:2 എന്ന റേഷ്യോയിൽ കേട്ടോ. ഏതൊക്കെയാ? ആസിഡ് ഈസ് വാട്ടർ, രണ്ടും കൂടിയാണ് 3:2 എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആസിഡ് എത്രയാണ്? 3 ആണ് അല്ലേ? വാട്ടർ എത്രയാണ്? 2 ആണ്. മനസ്സിലാക്കണേ ആസിഡ് എത്ര കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെച്ച് എന്താ ആസിഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആസിഡ് ഈസിക്കൽ ടു 3x. ഓർമ്മയുണ്ടോ? വാട്ടർ ഈസിക്കൽ ടു, എല്ലാത്തിനും എക്സിറ്റ് കൊടുക്കണം കേട്ടോ. വാട്ടർ ഈസിക്കൽ ടു 2x കേട്ടോ. അത് ഓക്കെ ആണോ? എല്ലാത്തിനും എക്സിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് ക്ലൂ ആയിട്ട് അങ്ങ് പഠിക്കണേ. ഇനി എങ്ങനെയാണ് പറയേണ്ടത്? ഈ ആസിഡിൻ്റെ കൂടെ നല്ലപോലെ കേൾക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 15 ലിറ്റർ ആസിഡ് കൂടി, എന്താ കൂടെ കൂടിയ? ആസിഡാണ്. ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ, ആസിഡിൻ്റെ കൂടെ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഓൾറെഡി എന്താ 3x ഉണ്ടായിരുന്നു, ആസിഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഒരു 15 കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു കേട്ടോ. 15 കൂടി ആഡ് ചെയ്തു. ഈസ് ടു വാട്ടർ എത്ര ഉണ്ടായിരുന്നു? 2x.
കേട്ടോ. ഇത് ആസിഡാണേ, ഇത് ആസിഡാണ്, ഇത് വാട്ടറാണ്. മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി അങ്ങനെ ചെയ്യണം, മറ്റേയാൾ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി അങ്ങനെ എന്നല്ല. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിലെ സാറ് പഠിപ്പിക്കും, ഇപ്പം ഞാൻ പഠിപ്പിക്കും, നിങ്ങൾക്ക് അത് പഠിപ്പിച്ചപ്പോൾ ഏത് പഠിപ്പിക്കുമ്പോഴാണോ മനസ്സിലാവുന്നത് അത് നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ ആസിഡും ഉണ്ട് വാട്ടറും ഉണ്ട്. ആസിഡ് 3x ആയിരുന്നു, വാട്ടർ 2x ആയിരുന്നു. ഈ ആസിഡിൻ്റെ കൂടെ ഒരു 15 ലിറ്ററും കൂടെ അധികം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആസിഡ് ഇത്രയായി, വെള്ളം എന്താ 2x അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ദ്രാവകത്തിൽ പിന്നെ കൂടി ഒഴിച്ചപ്പോൾ 3:1 എന്ന 15 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഏതാ 3:1 എന്ന അംശബന്ധത്തിലായി കേട്ടോ. എത്ര 3:1. അപ്പോൾ നമുക്ക് എന്താ ന്യൂ റേഷ്യോ തന്നു, പുതിയൊരു റേഷ്യോ നമുക്ക് തന്നു. പുതിയ അംശബന്ധം, പുതിയ ന്യൂ റേഷ്യോ എന്നൊക്കെ എഴുതിയപ്പോഴേ ഞങ്ങൾ ഡിഗ്രിക്ക് അക്കൗണ്ടൻസി പഠിച്ചപ്പോഴേ ഈ ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ എന്നൊക്കെ പറയുന്ന റേഷ്യോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഓർത്തു. പുതിയ അംശബന്ധം എത്ര കുഞ്ഞുങ്ങളെ 3:1 ആയി. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? നമ്മൾ ആസിഡ് എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ 3x പ്ലസ് ഇതാട്ടോ 3x പ്ലസ് 15 ഇത് ആസിഡാണ്, ഓർത്തണേ ആസിഡ്. 2x എന്ന് പറയുന്നത് നമ്മുടെ ബേസാണ്, ഈസിക്കൽ ടു. അപ്പോൾ എത്ര നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത് ഇത്രയും എന്താ 3:1 ആയെന്ന്. എപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തരുമ്പോഴും എന്താ മുമ്പ് നമ്മൾ ചെയ്ത രീതി ഉപയോഗിക്കണം കേട്ടോ. എങ്ങനെയാണെന്നറിയോ? മിക്സർ ഫ്രൈ, അതായത് 3x പ്ലസ് 15 ഞാൻ മുമ്പ് പറഞ്ഞില്ലയോ ബൈ 2x ഈസിക്കൽ ടു 3/1 കേട്ടോ. ഇങ്ങനെ തരുമ്പം നിങ്ങൾ എപ്പോഴും എന്താണ് ഇതിനെ മിക്സർ ഫ്രാക്ഷനിൽ ചെയ്യുന്നതാണ് എളുപ്പം. മനസ്സിലാക്കണേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ, മിക്സർ ഫ്രാക്ഷൻ അല്ല ക്രോസ് മൾട്ടിപ്പിൾ കേട്ടോ. ഇങ്ങനെ അടിക്കുക. അപ്പം നോക്കിയേ ഇവിടെ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നമുക്ക് ചെയ്യാം. നോക്കിയേ 3x പ്ലസ് 15 ഇൻറ്റു 1. നോക്കിയേ അത് തന്നെ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതിക്കോ 3x പ്ലസ് 15 എന്താ ഇൻറ്റു 1, അത് തന്നെ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈക്വൽ എന്താ 3 ഇൻറ്റു 2x. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, ഇതിനെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെയാണ്. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയാണ്. 2 ഇൻറ്റു 3 6x കേട്ടോ. ഇനി നോക്കിയേ എക്സുകളെ എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എക്സുകളെ ഒരിടത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും? 3 ഈ 6xനെ ഇങ്ങിപ്പുറത്ത് കൊണ്ടുപോകും നിങ്ങൾ. ഏതാണ്ടേ 3x കാരണം ഈ 6xനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു അല്ലേ. ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്ന 6xനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ മൈനസ് വരും. അല്ലാതെ ചെയ്യാനും പറ്റും കേട്ടോ. 3xൻ്റെ കൂടെ ഇങ്ങനെ എടുത്താൽ എന്തായാലും മൈനസ് വരും. മൈനസ് 6xൻ്റെ മൈനസ് 3x കേട്ടോ. അങ്ങനെയും ചെയ്യാം. അല്ലാതെ എന്താ 3x ഇവിടെ എഴുതിയിട്ട് വേണേൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 3x മൈനസ് 6x ഈസിക്കൽ ടു 15 എന്ന് എഴുതാം. കാരണം 3x ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അവിടെ കിടക്കുന്ന 6xനെ ഇവിടെ എടുത്തുകൊണ്ട് വന്നു. 3xൽ നിന്ന് 6x പോയാൽ ബാക്കി എത്ര നിങ്ങളെ 3x ആണ്. 3x ഈസിക്കൽ ടു 15 ആണെങ്കിൽ x ഈസിക്കൽ ടു 15/3 ഈസിക്കൽ ടു 5 വരും. കണ്ടോ 5. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണേ കേട്ടോ. അപ്പം ഇവിടെ ആസിഡിൻ്റെ അളവ് എത്ര നമുക്ക് കിട്ടിയത്? ആസിഡിൻ്റെ അളവ് നമുക്കറിയാം 3x പ്ലസ് 15 ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ആസിഡിൻ്റെ ആണ്. ഇത് ആസിഡും ഇത് ബേസും ഇത് അവരുടെ റേഷ്യോയുമാണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സ് എത്രയാണെന്ന് നമുക്ക് 5 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളെ ആസിഡ് എത്ര ആയിരുന്നു നമുക്ക്? ആസിഡ് 3x, ആസിഡ് ഇതാ ഇവിടെ കിടപ്പുണ്ട്, ബേസ് ഇവിടെ കിടപ്പുണ്ട്. ആസിഡ് 3x പ്ലസ് 15 ആണ്. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. അപ്പോൾ എക്സ് എവിടെ ഉണ്ടോ അവിടെ ആ എക്സിൻ്റെ വില എഴുതുക. പ്ലസ് 15 അല്ലേ, 15 അധികം 15 എത്ര കുഞ്ഞുങ്ങളെ? 30 ലിറ്റർ. അതുപോലെ തന്നെ ബേസ് 2s, ബേസ് എത്ര? 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് എത്ര? 5. 2 ഇൻറ്റു 5 10 ലിറ്റർ കേട്ടോ. അപ്പം ബേസ് 10 ലിറ്ററും ആസിഡ് 30 ലിറ്ററുമാണ് വരുന്നത്.
കേട്ടോ. ഇത് നല്ലപോലെ മനസ്സിലാക്കി തന്നെ ചെയ്യണം. എനിക്കറിയാം ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് ചിലർക്ക് തല കറങ്ങുമായിരിക്കുമെന്ന്. ചെയ്ത് പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇത് ഒന്നുകൂടെ ഞാൻ പറയാം, ആസിഡും ബേസുമാണ്. ആസിഡ് ഓൾറെഡി എത്ര ഉണ്ട്, ബേസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അവർ ഒരു 15 ലിറ്റർ ആസിഡ് കൂടെ അതിൽ ചേർത്തു. നിങ്ങൾ എപ്പോഴും ഈ റേഷ്യോയുടെ കണക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് വേണം ചെയ്യാൻ കേട്ടോ. അപ്പം ആസിഡും ബേസും കിട്ടി. പുതിയൊരു അംശബന്ധം അവർ തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആസിഡ് ബേസ് അംശബന്ധം, ആസിഡ് ബേസ് ഈസിക്കൽ ടു അംശബന്ധം അല്ലേ. അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എക്സിൻ്റെ വിലയാണ് കേട്ടോ. എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ആസിഡും ബേസും നമുക്ക് കിട്ടും. ആസിഡും ബേസും നമുക്ക് കിട്ടും എന്ന് ഓർത്തോണം കേട്ടോ. അത്രയും നല്ലപോലെ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, 54 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ ഉയരവും നീളവും 4:5 എന്ന അംശബന്ധത്തിലാണ്. ഉയരമോ നീളമോ കൂട്ടി ഈ അംശബന്ധം 2:3 ആക്കണം. ഏതാണ് അവിടെ കൂട്ടേണ്ടത്, എത്രയായിരിക്കും അവിടെ കൂട്ടേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 54 സെൻറ്റിമീറ്റർ ചുറ്റളവാണ് കുഞ്ഞുങ്ങളെ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ പെരിമീറ്റർ ആണ് കേട്ടോ. എന്താ പെരിമീറ്റർ, അല്ലെങ്കിൽ പെരിമീറ്ററിൻ്റെ മലയാളമാണ് ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ, 54 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉയരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മേപ്പോട്ടുള്ളതാണ്, അത് 4 തന്നിട്ടുണ്ട്. നീളം തന്നിട്ടുണ്ട്, എത്ര, 5 തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നത് നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. ഹൈറ്റ് കേട്ടോ, ഹൈറ്റ് ഉയരം തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് കേട്ടോ. ഇനി ഈ വിഡ്ത്ത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ്, ഇവിടെ നിങ്ങൾ നീളം എന്ന് മലയാളംകാർക്കാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കി വേണേ കുഞ്ഞുങ്ങളെ താപ്പോട്ട് എഴുതാൻ. അപ്പം ഹൈറ്റ് വിഡ്ത്തും തന്നിട്ടുണ്ട്. എത്രയ്ക്കാണ്, 4x ഈസ് ടു 5x. എക്സ് വന്ന എങ്ങനെയാണെന്ന് അറിയാവേ, 4ഉം 5ഉം തന്നിട്ടുണ്ട് കേട്ടോ. 4x ഇട്ട് കൊടുക്കുക, 5x ഇട്ട് കൊടുക്കുക അല്ലേ. എക്സ് മറക്കല്ലേ. ഇനി നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് എത്രയാണ്, 54 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, 2 × L+B ആണ് അല്ലേ. പെരിമീറ്റർ, ഒരു റെക്റ്റാങ്കിൾ അല്ലെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണുന്നത് 2 × L+B ആണെന്ന് നമുക്കറിയാം കുഞ്ഞുങ്ങൾ. എത്ര, 54 സെൻറ്റിമീറ്റർ ഓൾറെഡി നമുക്ക് തന്നു. ഈ ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് നോക്കട്ടെ കുഞ്ഞുങ്ങളെ. വിഡ്ത്തിനാണ് ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഹൈറ്റ് ഇവിടെ നമുക്ക് എന്താ, നീളവും വീതിയുമാണ്. അതിപ്പോൾ ഏത് നീളവും വീതിക്കും പകരം L×B L×H ഇത് കന്നു കഴിഞ്ഞാൽ വീതിയായിട്ട് നീളമായിട്ട് വന്ന് വിചാരിക്കണം കേട്ടോ. നീളവും വീതി, ഇവിടെ ഹൈറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ചതുരത്തിനകത്തിൽ ഹൈറ്റിൻ്റെ ആവശ്യമില്ല, അത് വീതിയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പം 2 × L ഉം B യും നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ, 4x ഇവിടെ തന്നിട്ടുണ്ട്. 4x + 5x ഈസിക്കൽ ടു 54 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ 2 × 4x 5x കൂടെ കൂട്ടിയാൽ 9x ഈസിക്കൽ ടു 54. ഓക്കെ ആണോ. അപ്പോൾ 9x ഈസിക്കൽ ടു, നല്ലപോലെ നോക്കണം കുഞ്ഞുങ്ങളെ. അല്ലെങ്കിൽ 9 × 2 അങ്ങനെയും വേണ്ടി എഴുതാം. 9x × 2x 18x ഈസിക്കൽ ടു 54. അപ്പോൾ x ഈസിക്കൽ ടു 54/18. 54നെ 18 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 വരും കേട്ടോ. 54നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 3 കിട്ടി. എങ്ങനെയായി 3 വന്നതെന്ന് സംശയമുണ്ടോ? 2 × L+B, അത് ഓർത്തോണേ. ഏതാ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷനാണ്. ഇവിടെ എല്ലും ബിയും കേട്ടോ ഓൾറെഡി തന്നിട്ടുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും. ഈ ബ്രെഡ്ത്തിന് പകരം ഹൈറ്റ് എന്ന് എഴുതിയാലും എന്താ കുഴപ്പമില്ല, കാരണം ഇവിടെ നമുക്ക് ചതുരത്തിൽ ഹൈറ്റ് വിഡ്ത്തായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ. അപ്പോൾ നോക്കിയേ, 4ഉം 5ഉം 9x. ഇതിനെന്തെങ്കിലും സംശയമുണ്ടോ ഇവിടെ എവിടെയെങ്കിലും എങ്ങനെയാണ് വന്നതെന്ന്? 9xൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 18x. ഓക്കെ, 3. ഇത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് എന്താ ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്ര, 4x ആണെന്ന്. അപ്പോൾ എക്സ് കിട്ടിയല്ലോ. അപ്പം 4 × x ആണ് 4x. അപ്പം 4 × 3 12 കേട്ടോ. 12 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടി. ഇനി ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എത്ര, വിഡ്ത്ത് വിട്ടെന്ന് വെച്ചാൽ ഇവിടെ നീളമാണ്. മലയാളം മീഡിയക്കാർക്ക് അവിടെ നീളം എഴുതിക്കോ. നിങ്ങളിത് പടം കാണുമ്പോൾ അറിയാണ്ട് ഇതും കേട്ടോ. ഇനി ഏത് മലയാളം മീഡിയക്കാർ നീളത്തിൻ്റെ അവിടെ നീളം എന്ന് തന്നെ എഴുതണം കേട്ടോ. നീളം 5 ആണ്. അപ്പം 5x. അപ്പോൾ 5 × x ആണ് 5x. അപ്പോൾ 5 × x നമുക്ക് കിട്ടി 3, 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചതുരത്തിൻ്റെ എക്സ് നമുക്ക് കിട്ടി. എക്സ് കിട്ടിയപ്പോൾ ഹൈറ്റും ലെങ്തും നമുക്ക് കിട്ടി.
മനസ്സിലായോ? എന്നാൽ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഉയരമോ നീളമോ കൂട്ടി ഈ അംശബന്ധം 2:3 ആക്കണം. അപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടേണ്ടത്, എത്രയാണ് കുറയ്ക്കേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഉയരമോ നീളമോ, ഈ ഉയരമോ നീളമോ അതുകൊണ്ട് ഇതോ ഏതെങ്കിലും ഒരെണ്ണം കൂട്ടണം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം കൂട്ടിയിട്ട് അപ്പം നമുക്ക് അവിടെ റേഷ്യോ എങ്ങനെ എഴുതും? ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത്. ഏതാ റേഷ്യോ അവിടെ തന്നിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ? രണ്ടാമത്തെ എത്ര? 2:3 ആയിട്ട് നിങ്ങൾ ഒന്നുകിൽ ഉയരമോ നീളമോ കൂട്ടിയിട്ട് അംശബന്ധം 2:3 ആക്കണം. മുമ്പലത്തെ ഏതാ? 5:4 അല്ലായിരുന്നോ? ഇനി അത് മാറ്റിയല്ലേ 4:5 ആയിരുന്നു. ഇപ്പോൾ അത് 2:3 മാറ്റി ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര? നമുക്ക് ഓൾറെഡി ഹൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര? 12 അല്ലേ? 12 കിട്ടിയിട്ടുണ്ട്, 15 കിട്ടിയിട്ടുണ്ട്. 12 കിട്ടിയിട്ടുണ്ട്, 15 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കൂടുതൽ ആരാ? വിട്ടാണ്. കൂടുതൽ ആരാ നിങ്ങളെ? വിട്ടാണ് അല്ലേ? എത്രയോ കൂട്ടി. അപ്പം എത്രയോ കൂട്ടി പ്ലസ് വൈ. ഈ വൈ കൊടുത്ത് എന്താണെന്നറിയോ? ഇവിടെ എല്ലാം എക്സ് അല്ലായിരുന്നോ? അതുകൊണ്ടാണ് അവിടെ വൈ കൊടുത്തത് കേട്ടോ. വൈ ഈസിക്കൽ ടു 2:3. ഇതെന്തെങ്കിലും സംശയമുണ്ടോ? ഹൈറ്റ് നമുക്ക് ഓൾറെഡി ആണ് ഇവിടെ കിട്ടി. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ, ലെങ്ത് 15 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഇതിന് തിരിഞ്ഞു പോയില്ലല്ലോ വിഡ്ത്ത്. ഓക്കെ, ഇതിൻ്റെ 2:3 ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ മുമ്പ് ചെയ്ത രീതിയിൽ തന്നെ ചെയ്തോണം കേട്ടോ. ഇങ്ങനെ എപ്പോൾ വന്നാലും എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 12/15 പ്ലസ് വൈ ഈസ് ടു 2/3. ഞാൻ നോക്കണേ നിങ്ങളെ. ഇവിടെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി, ലെങ്ത് 15 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കണ്ടോ? അതിൻ്റെ കൂടെ എത്രയും കൂട്ടാനാണ് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എത്രയാണ് കൂട്ടേണ്ടത്, അതിലെത്ര കൂട്ടണം എന്നാണ് ചോദിച്ചതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടത് കേട്ടോ. എത്രയാണ് നമുക്ക് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഡ്ത്തിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അവിടെ കൂട്ടിയിട്ട് വൈ കൊടുത്തത്. എന്തുകൊണ്ടാണ് എക്സ് കൊടുക്കാഞ്ഞത്? ഇവിടെ എല്ലാം നമ്മൾ എക്സ് വെച്ചല്ലേ ചെയ്തത്. അപ്പോഴും വീണ്ടും എക്സ് വരും, അതുകൊണ്ടാണ് വൈ കേട്ടോ. അപ്പം 12. അപ്പോൾ ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ എത്ര വരും? 12 × 3 ഈസിക്കൽ ടു 2 × 15 പ്ലസ് വൈ. 12 3 15 വൈ. 12 × 3 36 ഈസിക്കൽ ടു 2 × 15 30 കേട്ടോ. 2 × 15 30. പിന്നെ 2 × y പ്ലസ് 2y. ഇതിൽ സംശയമുണ്ടോ? ഇല്ലല്ലോ. 12 × 3 36, 2 × 15 15 2 30, 2 × y 2y. ഇനി വേരിയബിളിനെ എടുത്ത് വെളിയിൽ തട്ടി 2y ഈസിക്കൽ ടു 30. ഇത് പ്ലസ് ആണ്, ഇപ്പോഴത്തും 36. അപ്പം 2y ഈസിക്കൽ ടു 36 എഴുതിക്കോ. y ഈസിക്കൽ ടു 6/2 ഈസിക്കൽ ടു 3 വരും കേട്ടോ. ഇതെല്ലാം നമ്മൾ കുറേ ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ടോ? അപ്പം ഇവിടെ എക്സിൻ്റെ വൈയുടെ വില കിട്ടി കുഞ്ഞുങ്ങൾ. എത്ര? 3 കിട്ടി. അപ്പം നോക്കിയേ, 15. ഈ വൈ എത്ര? ഈ വൈക്ക് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ 15 പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 15ൻ്റെ കൂടെ ഈ വൈയുടെ കൂട്ടം എത്ര കിട്ടിയേ? 3 ഈസിക്കൽ ടു 18 കേട്ടോ. കാരണം ഓൾറെഡി ഹൈറ്റിന് ഒരു മാറ്റവും ഇല്ല. 12 ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര? 18 കിട്ടി കേട്ടോ. 18 വന്ന എങ്ങനെ? ഈ വൈയുടെ വിലയാണ് 5 പ്ലസ് വൈ. 15 പ്ലസ് 3 18. അപ്പോൾ നമ്മൾ ഇതിനെ വേണേൽ ചെറുതാക്കി കൂടാവും നിങ്ങൾ. 12:18 ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ വരത്തില്ലേ? എത്ര? 6 2 12, 9 2 18. ഇത് രണ്ടും ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ വരും അല്ലേ? 2 3 6, 3 3 9, 2:3 എന്ന അംശബന്ധത്തിൽ വരും. ഇച്ചിരി വലിയ കണക്കായിരുന്നു. ഇനി ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വട്ടം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഒരു 2-3 വട്ടമെങ്കിലും എടുത്ത് വെച്ചിരുന്ന് കാണണം, എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു. ചാടിപ്പിടിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത രീതിയേ അല്ല ഇത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുമോ, നിങ്ങളെ ബാക്കി ഇടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.